ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എങ്ങോട്ട് പോകുന്നു? ശ്രീ അവിടെ പോന്നെ നമ്മൾ ഇന്ന് വെറുതെ ഇങ്ങനെ കറങ്ങാൻ പോകുന്നു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നേരെ പോയത് എൻ്റെ അച്ഛൻ്റെയും അച്ഛമ്മേൻ്റെയും അടുത്താണ്. കാരണം ഇവൻ വന്നിട്ട് അച്ഛനെയും അച്ഛമ്മേനെയും കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ അച്ഛനെയും അച്ഛമ്മേനെയും പോയി കണ്ടു. അതിനുശേഷം നമ്മൾ നേരെ കുറ്റിക്കോലിലേക്കാണ് പോയത്. ഇവൻ്റെ അമ്മ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ. അപ്പോൾ ആ ഷോപ്പിലേക്ക് പോയി. പിന്നെ ഇവർ മുന്നേ നിന്ന വീടുണ്ട് പ്ലാവിലായ, അതും കുറ്റിക്കോലാണ്. അങ്ങനെ അങ്ങോട്ടേക്കൊന്നും ഞാനങ്ങനെ പോയിട്ടില്ല. അപ്പം എന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മക്കിവിടെ 2 പട്ടികളുണ്ട്. ആ പട്ടികളും പിന്നെ അവർക്ക് ഫുഡ് കൊണ്ടുവന്നെയാണ് അമ്മ. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത്. മുണ്ടച്ചക്ക കിട്ടി. മുണ്ടച്ചക്ക കിട്ടിയാ നോക്കട്ടെ. അയ്യവാ. അങ്ങനെ അമ്മക്ക് 4 വലിയ മുണ്ടച്ചക്ക കിട്ടി. കൈതച്ചക്ക എന്നാ പറയുക, പൈനാപ്പിൾ കിട്ടി. ഞങ്ങളെ മുണ്ടച്ചക്ക നോക്കൂ, ഒരുപാട് മുണ്ടച്ചക്ക കിട്ടി നമുക്ക്. നോക്ക് ശരി. പൂച്ചയുണ്ട്, നായ്ക്കുട്ടനുണ്ട്, പൂച്ചക്കുട്ടനുണ്ട്. നമ്മള് കുറ്റിക്കൊള്ളും മുണ്ടച്ചക്ക ഉണ്ടാക്കി പോകും. അവിടെ പോകും. മുണ്ടച്ചക്ക നമുക്ക് മുറിച്ചിട്ട് പഞ്ചസാര ഇങ്ങനെ വെതറിട്ടുള്ള നല്ല പണി അങ്ങനെ തന്നെ നല്ല പഴുത്തത്. ഹെൽമെറ്റ് മാറ്റി നോക്കട്ടെ. പച്ചവെള്ളം കൊത്തിട്ട് ഓൻ മന്തി കൊണ്ടുവന്നിട്ട് നമുക്ക് മന്തി തിന്നാലോ. ബാ മന്തി തിന്നോ. അമ്മണീന്റെ ജീവന്ന് പോയി. ഇതെടുത്തപാട് അതാ നീ ചതിയെ എന്നോട് കളി പറഞ്ഞല്ലേ പാക്കിനി. പേരടിക്കുമ്പോ കാണുമല്ലോ. അതൊക്കറിയില്ലേ ഇപ്പൊ പേര്? എപ്പോഴും വീഡിയോ നോക്കലുണ്ടല്ലോ ഈശ്വരാ. പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ആക്കിക്കണം. എന്ത് ഗതികേട് നോക്കിക്കോ. ഞാൻ ആക്കിന് അങ്ങനത്തെ പേരേ ഇല്ല. അപ്പൊ നീ ആക്കിനങ്ങ നീ നോക്കി കാണല്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറ്റിക്കോലാന്ന് വന്നത്. മീൽസ് കഴിച്ചത് നല്ല മീൻ പൊരിച്ചതെല്ലാം കൂട്ടിയിട്ട് മീൽസ് കഴിച്ചു. നമ്മളിപ്പോൾ പോകുന്നത് കാസർഗോഡേക്കാണ്. കാസർഗോഡിലേക്ക് നമ്മൾ കുറ്റിക്കോല് വഴി പോകുന്നുണ്ട്. നമ്മളങ്ങനെ കുറ്റിക്കോല് വഴി കാസർഗോഡിലേക്ക് പോകുന്നതാണ്. പിന്നെ ആ വഴിയാണ് ഇവൻ്റെ അമ്മമ്മയുടെ വീട്, ബേത്തൂർപ്പാറ. അപ്പോൾ നമ്മൾ അമ്മമ്മേനെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ടൈമില്ല പോകാൻ. എനിക്ക് ടൈമില്ല, ഇവനുണ്ട്. അങ്ങനെ നമ്മൾ പാട്ടും പാടിയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. മഴ നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് മഴ കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. മഴ പെയ്യുന്നു പ്രതീക്ഷിച്ചു, പക്ഷെ മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇവൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അമ്മാവൻ്റെ മോളാണ് മീനു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ കുറച്ച് താഴേക്കാണ് അമ്മാവൻ്റെ വീട്. ഐ മീൻ ഇവൻ്റെ അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അമ്മമ്മേനെ കാണാൻ നമുക്ക് നോക്കറാ. അങ്ങനെ അവിടെ നല്ല ചക്ക വരട്ടുണ്ടായിരുന്നു. നല്ല ചക്ക വരട്ട് കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്ന കാസർഗോഡേക്കാണ്. നമുക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ കാസർഗോഡേക്കാണ് പോകുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അവിടെ കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്, കുറച്ച് മീൻസ് ചെറിയ ചെറിയ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ്.
സ്ഥലത്തേക്ക് ശ്രീ നമ്മളവിടെ പോകുന്നിപ്പം കാസർഗോഡ് പോകുന്നു. കാസർഗോഡ് കുറച്ച് പരിപാടി ഉണ്ട് നമുക്ക്. കാസർഗോഡ് പോയി വരുന്നുണ്ട്. നമ്മളങ്ങനെ കാനത്തൂരെത്തി. അങ്ങനെ കാനത്തൂരിൽ നിന്ന് നമ്മൾ നേരെ ബോവിക്കാനം പോയി. പിന്നെ അങ്ങനെയാണ് പോകുന്നത്. ഇത് ജസ്റ്റ് ഞാനിങ്ങനെ ഷോർട്സ് എടുത്തൊന്നുമല്ല, ഇങ്ങനെ നമ്മൾ റോഡൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും വിചാരിച്ചെടുത്തതാണ്. ഇതിലിങ്ങനെ വണ്ടിയെല്ലാം ഇങ്ങനെ പോകുന്ന മീൻസ് ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെ മഴയെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ഫുൾ പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ഒരു ഇതിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചെറുങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബോയിക്കാനെത്തി. നമ്മള് ബോയിക്കാനെത്തുന്ന നേരെ നമ്മളിപ്പം കാസർഗോഡ് പോകുന്നു. ബോയിക്കാനെത്തി. ദുർഗ ഞങ്ങള് പഠിച്ച ട്യൂഷൻ സെന്റർ ഇത്. നമ്മളെ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കാരണം ഭയങ്കര തലവേദന എടുക്കും. പിന്നെ നല്ല മഴയെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മഴയെല്ലാം പെയ്താൽ നമ്മളെടുത്ത് ചായയെല്ലാം കുടിച്ച് നല്ല നമ്മൾ ഉപ്പിലിട്ടത് തിന്നാൻ വേണ്ടി നിർത്തുന്നു. നമ്മൾ ഇവിടെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളങ്ങനെ നല്ല ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിള് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. മാങ്ങ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പൈനാപ്പിളായിരുന്നു ഇഷ്ടപ്പെട്ടത്. മാങ്ങക്ക് ഭയങ്കര ഒരു പുളി അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഇത് ഫുള്ള് നമ്മളെ നൊസ്റ്റാൾജിക് സാധനങ്ങൾ, പുളി, മറ്റേ എന്താ പറയുക, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നില്ലേ, അത് മന്ദിരിക്ക് മൊത്തം ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ചെറുക്കള ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം എന്തെല്ലോ ഉണ്ട്. നമുക്ക് ചെറുക്കളെല്ലാം മാറിപ്പോയി. അങ്ങനെ നമ്മൾ ചെർക്കള സർവീസ് റോഡിൽ നിന്ന് നേരെ നമ്മൾ ഹൈവേയിലോട്ട് കയറി. പിന്നെ റോഡ് ശരിയായതിന് ശേഷം നമ്മൾ അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. നല്ല അടിപൊളി റോഡ്. പക്ഷെ ഭയങ്കര സ്പീഡിൽ, മീൻസ് സ്പീഡ് എത്രയായാലും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു പേടി. കാരണം
ഇപ്പം എന്താ പറയുക, എല്ലാവരും സ്പീഡ് നോക്കാണ്ട് ഇങ്ങനെ നമുക്ക് അവിടെ മലേഷ്യയിലൊക്കെ ഇങ്ങനെയാണ്. എത്ര സ്പീഡിൽ പോയാലും നമുക്ക് മനസ്സിലാവുന്നില്ല. റോഡ് നല്ല അടിപൊളി റോഡാകുമ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് എത്ര സ്പീഡ് പോയാലും സ്പീഡ് അറിയാത്ത മാതിരിക്കാന്നും റോഡില്ലത്. അപ്പോൾ ഒരു പേടിയുണ്ട്. കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എല്ലാവരും ഇങ്ങനെ നല്ല ഈയിൽ പോകണമെന്ന് പറഞ്ഞ് പോകുന്നതായിരിക്കും. പക്ഷേ ഇപ്പം എത്ര പെട്ടെന്നാണ് എത്തുന്നത്. എനിക്ക് ആ BC റോഡൊന്നും മനസ്സിലായിട്ട് കൂടിയില്ല. അങ്ങനെയാണ്, മീൻസ് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് എത്തുന്നു. അപ്പോൾ എവിടെയാ സ്ഥലം എന്ന് പോലും മനസ്സിലാവുന്നില്ല. കാസർഗോഡ് എത്തിയില്ലേ? ഒന്നും മനസ്സിലാവുന്നില്ലപ്പാ. പേടിയുള്ളവർക്കെല്ലാം എന്ത് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ല ട്രാഫിക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ട്രാഫിക്കായിരുന്നു. കുറേ നേരം ഇങ്ങനെ ട്രാഫിക്കിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ. നോക്ക് വെരി ബിഗ് ബ്ലാക്ക്. അവിടം വരെ ആ സിഗ്നൽ വരെ ഉണ്ടടാ. നമ്മള് വെറും ഇവിടെ എത്തിയതേ ഉള്ളൂ. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് ഇറങ്ങി. Laughter is the brightest in the place where food is good. ഞങ്ങളങ്ങനെ ഒരു പ്ലേറ്റ് ഷവർമയും ചായയും പറഞ്ഞു. നാട്ടിലേക്ക് വരുമ്പോൾ ഇത് തിന്നണം അത് തിന്നണം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഇന്നൊക്കെ, പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം നമ്മളങ്ങനെ ഒന്നും തിന്നണമെന്നേ തോന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ പ്ലേറ്റ് ഷവർമ കഴിച്ചു നമ്മൾ. അതിന് ശേഷം നമ്മൾ ചെരുപ്പ് വാങ്ങാൻ പോയി. എൻ്റെ ചെരുപ്പ് പൊട്ടി ഗൈസ്, എൻ്റെ ചെരുപ്പ് പൊട്ടി. അങ്ങനെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അതിന് ശേഷം നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ പോയി. ഓക്കെ ഓക്കെ.
അങ്ങനെ നമ്മൾ കാസർഗോഡ് നിന്ന് വിട്ടിട്ട് നമ്മൾ നേരെ പോവാന്ന്. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊരു ചെറിയ തലവേദനയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ചിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്ത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ പോയി ലാസ്റ്റ് കരിച്ചേരി എത്തുമ്പോൾ ഒന്ന് നിർത്താം, കരിച്ചേരി നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുവരേക്കും നമ്മളിങ്ങനെ ഫോണിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നേരത്തെ ആ മീത്തെ നമ്മൾ കണ്ടത് മണ്ണ് ഇടിഞ്ഞു വീണതായിരുന്നു. മുന്നേ നല്ല മഴ പെയ്ത സമയത്ത് മണ്ണിടിഞ്ഞ് വീണതാണത് കണ്ടേ. ഇത് നമ്മളെ തെക്കിൽ പാലാണ്, പണ്ടേ ഇല്ല പാലാണ്. ഇപ്പോൾ പുതിയ പാലപ്പുറം കെട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മൾ കരിച്ചേരി എത്തുമ്പം സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടുന്ന് നമ്മൾ ചായയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവർ നമ്മൾക്ക് അവിടെ എത്തോളം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നു. നിന്നെ കാണുന്നില്ല അബി. അബിക്ക് പുതിയതല്ല, അബി യൂട്യൂബറാണ്, ഫേമസ് ആണ് ആള്. കനേഡിയൻ ബോയ് നോക്കിയാൽ കാണുന്ന നിങ്ങൾക്ക്. സൂപ്പർടാ. ഇതാണ് ഗൈസ് നമ്മളെ കരിച്ചേരി എത്തി. ഇതിൽ പോകാനും ഇവിടുത്തെ സീനറിയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ കുറേ തട്ടുകട ഉണ്ട്, ഇങ്ങനെ ചായക്കട മറ്റേ അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വൈബാണ് ഇവിടെ നിന്ന് കഴിക്കാൻ. നമ്മൾ കരിച്ചേരി എത്തി. നമുക്ക് ഇവിടുന്ന് ചേച്ചി നല്ല ചൂട് പഴംപൊരിയെല്ലാം ആക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നല്ല ഉണ്ടായിരുന്നു പഴംപൊരി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പഴംപൊരിയും ചായയൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഇവിടുന്ന് വീട്ടിലേക്ക് പോവാന്ന്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല മഴയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം വീട്ടിൽ പോയി. പിന്നെ എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ, അപ്പോൾ ഞാൻ വേഗം വീട്ടിൽ പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത നാട്ടിലെ വിശേഷങ്ങളുടെ വ്ളോഗ് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു.